പെട്ടെന്നൊന്ന് ലങ്ക വരെ പോണോ? കൊല്ലത്തുണ്ട് ഒരു ലങ്ക. ശ്രീലങ്കയല്ല, ശാസ്താംകോട്ട ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങയത്താണ് ഈ കൊച്ചു ലങ്ക. സ്ഥലം അറിയപ്പെട്ടു വരുന്നതേയുള്ളൂ. ഒഴിവു ദിവസങ്ങളിൽ നിരവധി ടൂറിസ്റ്റുകളാണ് ഈ സ്ഥലത്തേക്ക് വരാറുള്ളത്. നമുക്കും ആ ലങ്കയൊന്ന് പരിചയപ്പെടാം. നോക്കട്ടെ, കല്യാണം കഴിഞ്ഞപ്പം ഹണിമൂൺ എവിടെയും പോകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. എവിടെയാ ഇപ്പൊ ഹണിമൂൺ പോവാ? നമുക്ക് അടിപൊളി സ്ഥലമുണ്ട്, അവിടെ പോയാലോ? എവിടെയാ? ലങ്ക. പിന്നെ ലീവും ഇല്ല, പൈസ ഇല്ല, അപ്പോഴാണ് ശ്രീലങ്ക ഒന്ന് പോകണം. ഇത് ആ ലങ്കയല്ല, പിന്നെ ഇത് കൊല്ലം ജില്ലയിലോ ലങ്കയുണ്ട്. കൊല്ലത്ത് ലങ്കയോ? ആ, അതെവിടെ? അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പോയി നോക്കിയാലോ? ഇതാണ് നന്ദു പറഞ്ഞ ലങ്ക. ശ്രീലങ്കയല്ല കേട്ടോ, കൊല്ലം കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ലങ്കയാണ്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലത്തെ ലങ്ക എന്ന് വിളിക്കുന്നത്. നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ നാടിൻ്റെ, ഈ ലങ്കയുടെ പ്രത്യേകതയെക്കുറിച്ച് ഇവിടുത്തുകാർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. പണം കൊടുത്ത് വിമാനം കയറി പോകുന്ന ലങ്കയല്ല, 3 സ്ഥലവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുകൊണ്ടാണ് ലങ്ക എന്ന് വിളിക്കുന്നത്. വടക്ക് പടിഞ്ഞാറും പള്ളിക്കലാറും തെക്ക് ഭാഗത്ത് ആറിൻ്റെ ഭാഗവുമായിട്ടുള്ള പുഞ്ചയുമാണ്. കിഴക്ക് ഭാഗത്തു നിന്ന് മാത്രമാണ് ഇവിടേക്ക് കരമാർഗം പ്രവേശിക്കാൻ കഴിയുക. പടിഞ്ഞാറേ അറ്റത്ത് വലിയ തറക്കടവുണ്ട്. ഇവിടെ കടത്തുവള്ളങ്ങളാണ് നാട്ടുകാരുടെ ഏക ആശ്രയം. കടത്തിറങ്ങിയാൽ കരുനാഗപ്പള്ളി മണ്ഡലമാണ്. കാരൂർക്കടവ്, ഇടക്കുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോകാം. ഇവിടെ പാലം പണിയുന്നതിനായി 10 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് പണി നീണ്ടുപോകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രകൃതി മനോഹാരിതയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ആറും പുഞ്ചയും ഹരിതാപയും നിശബ്ദതയും ഇഴുകിച്ചേർന്ന സ്ഥലം. വേനലിൽ നാട് വെന്തുരുകിയപ്പോഴും നിരവധി പേരാണ് ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായി എത്തിയത്. നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. വളരെ കൂടുതൽ ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണിത്. പൊതുമരാമത്ത് മന്ത്രിയൊക്കെ നേരിട്ട് ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ വളരെ അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. വിദേശത്തുനിന്നും പ്രദേശത്തുനിന്നും റിസോർട്ടുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഇവിടെ ബോട്ട് മാർഗ്ഗം ഇവിടെ എത്താറുണ്ട്. ലങ്കയുടെ മനോഹാരിത കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് കൂടുതൽ ആളുകൾ എത്തിയാൽ ലങ്ക കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇടം പിടിക്കുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.